ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, ഫ്രണ്ട്സ്, എല്ലാവർക്കും ശുഭദിനം കേട്ടോ. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് മോമോസ് ഉണ്ടാക്കി കാണിക്കാം നിങ്ങളെ. ഇത് കുറച്ച് ചിക്കൻ, 1/2 കിലോ ചിക്കൻ, വെജിറ്റബിൾസ്, ക്യാരറ്റ്, സെലറി, ഓണിയൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും മതി കേട്ടോ. പിന്നെ ഞങ്ങൾ എടുത്തിരിക്കണം അത്രയാണ്. ഇനി വേണമെങ്കിൽ അതിൻ്റെ കൂടുതൽ ക്യാബേജൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാം മൈദയാണേ. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇനി അതിൽ കുറച്ച് വേണമെങ്കിൽ കുറച്ചെടുക്കാം, അധികം വേണമെങ്കിൽ അധികം എടുക്കാം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് സോൾട്ടും മാത്രം മതി. ഒരു നോർമൽ വാട്ടറും ഉണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് പിന്നെ നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ച് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു തുണി നനഞ്ഞതിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇനി അരമണിക്കൂറോ അങ്ങനെ സമയം പോലെ നമുക്ക് ചെയ്യാം. പെട്ടെന്ന് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സേ. അതിനുശേഷം നമ്മളിതേ നമ്മൾ ചിക്കൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ചിക്കൻ നമ്മൾ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ആ മിക്സിയിലിട്ടിട്ട് അത് പിന്നെ ഇതുണ്ടല്ലോ വെജിറ്റബിൾസ്, ക്യാരറ്റ്, സെലറി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓണിയൻ, അതും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് എടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി ഉണ്ടാക്കാൻ മോൾഡൊന്നും ഇല്ല കേട്ടോ നമുക്ക്. അതിന് പകരം നമ്മളൊരു പാത്രം എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് അത്യാവശ്യത്തിന് സാധനങ്ങൾ വേണം. ഇപ്പോൾ എരിവ് വേണമെങ്കിൽ ഈ കുട്ടികൾക്കാകുമ്പോൾ നമുക്ക് അധികം എരിവൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ മതി, ഒരു 1/2 സ്പൂണോ എന്തെങ്കിലും. ഇതിപ്പോൾ ഇത്തിരി കൂടുതലാണ് ഈ കുഴക്കുന്ന സാധനം. അത് നമുക്ക് അത്യാവശ്യം വേണ്ടത് എടുത്താൽ മതി. ബാക്കി കണ്ടെയ്നറിലാക്കി വെക്കാം കേട്ടോ, ഫ്രീസറിൽ. അടുത്ത ദിവസം ഉണ്ടാക്കാം. മോൾഡ് ഇല്ല നമുക്ക്, അപ്പോൾ നമുക്ക് ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഈ സാധനം ഉണ്ടാക്കിയെടുക്കാം. മോൾഡുള്ളവർ മോൾഡ് വെച്ച് ചെയ്യാം കേട്ടോ. ഏറ്റവും തിന്നായിട്ടാണെങ്കിൽ അത്രയും നല്ലത്. കട്ടി അധികം ഇല്ലാതിരിക്കണേ നല്ലത്. എന്നിട്ട് ഈ ഇച്ചിരി അതിൻ്റെ ഇതെടുത്തിട്ട് വെജിറ്റബിൾസിൻ്റെ കുഴച്ച് വെച്ചിരിക്കണത് എടുത്തിട്ട് ഫില്ലിങ് അതെടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് ഒരു പൂ പോലെയോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ നമുക്കങ്ങ് ഉണ്ടാക്കാം. ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കൂലേ, അതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമർ, അല്ലെങ്കിൽ ഇടിയപ്പം ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇഡ്ഡലി പാത്രം, അതിൽ വെച്ച് നമുക്ക് ആവി കയറ്റി എടുക്കാം. ഒരു 10 മിനിറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സാധനം വേകും. കാരണം അതിന് ഈ ഇറച്ചിയൊക്കെ അരച്ചതല്ലേ, അതിൻ്റെ അകത്ത് ചെറിയ വലിയ വേവുന്നില്ല. 10-15 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേകും. നോക്കിയിട്ട് നമുക്കറിയാമല്ലോ. എണ്ണ തൂക്കണം കേട്ടോ ഈ ഇതിൻ്റെ അകത്ത്. നമ്മൾ പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ ഈ ഓയിൽ തൂത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ. അതൊന്ന് നന്നായിട്ട് തൂത്ത് കൊടുത്ത ശേഷം ഇതിനെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറയും ഒരു കൈ കൊണ്ട് സാധനവും ചെയ്യണമുണ്ട്. ഇത് ഒന്ന് ഗ്യാപ്പിട്ട് വെക്കണം, അപ്പോൾ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുവേ. ഗ്യാപ്പിട്ട് വെച്ച് കുറേശ്ശെ വെക്കണം, ഒരുപാട് തിക്കായിട്ട് വെക്കരുത്. ആവിയേറി വെന്തതിന് ശേഷം നമുക്ക് സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കണം ഞാൻ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ. എല്ലാവർക്കും ശുഭദിനം, നല്ലത് വരട്ടെ. ഓക്കെ, ബൈ.